ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അഭിനവ ഗുപ്താചാര്യന്റെ പരമാർത്ഥ സാരം. നമുക്കറിയാം, കാശ്മീർ ശൈവസത്തിലെ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ആചാര്യനാണ് അഭിനവ ഗുപ്തപാദ. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താ പറയാ ദർശനങ്ങളില് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദർശനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പരമമായിരിക്കുന്ന സത്യത്തെ അറിയാനുള്ള ഒരു ചെറിയ എന്താ പറയാ ചിന്തകൾക്കിട നൽകിക്കൊണ്ടുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ അതിന്റെ വിവരണങ്ങൾ മാത്രം, അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോവുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 50 എന്താ പറയാ 50 തത്വങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് ഒരു മൊത്തത്തില് എന്താണ് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോകുന്ന. കാരണം ഇത് നമ്മുടെ ആ ഒരു പരമമായിരിക്കുന്ന സത്യത്തെ അറിയാനായിട്ട് ഈ ഒരു ശിവൻ ശക്തി ആരാണ്, അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന വളരെയധികം എന്താ പറയാ ആഴത്തിലേക്ക് പോയി ചിന്തിച്ചിരിക്കുന്ന ഒരു തത്വങ്ങളാണ് ഇതെല്ലാം തന്നെ. എങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതൊരു എന്താ പറയാ ഒരുപാട് അറിവുകൾ, ഇപ്പൊ സൗന്ദര്യലഹരിയൊക്കെ പഠിക്കുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള അറിവുകൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം അഭിനവ ഗുപ്താചാര്യൻ ആദ്യത്തെ ഒരു ശ്ലോകമല്ല, അത് ആദ്യത്തെ അദ്ദേഹത്തിന്റെ ഇത് ശംഭു എന്നുള്ള വാക്കിലാണ് തുടങ്ങുന്നത്. കാരണം ആ ശംഭു, ആ സത്യത്തെ മാത്രം ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഇതൊരു ട്രാൻസ്ലേഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ആ ശക്തി എന്താണെന്ന ചോദ്യത്തിന് ബിയോണ്ട് മായ, ആ ഒരു ട്രാൻസെൻഡന്റ്, വിത്തൗട്ട് ബിഗിനിങ് ആൻഡ് എൻഡിങ്, അതൊരു തത്വമാണ്. അത് എല്ലാവരിലും ഉള്ളതാണ്, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന സത്യമാണ്, എല്ലാത്തിനും ആധാരമാണ്, ചരങ്ങളിലും അചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നതിനെ ഞാൻ ശരണാഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിന്റെ ആദ്യത്തെ വാചകം പറഞ്ഞിരിക്കുന്നത്. കാരണം ജനന മരണ ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച ആ ഒരു മടുത്ത ജീവൻ ഒരു ഗർഭപാത്രത്തില് തുടങ്ങുന്നു. അതായത് ആരംഭം അവിടെയാണ്. ആ ശരീരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് ആ ഒരു ഫിസിക്കൽ ഡെത്തിനെ, അതായത് ഈ ജീവൻ, അതായത് ഗുരുസ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനോട് പറയണു, എനിക്ക് പരമമായ സത്യത്തെ പറഞ്ഞു തരൂ എന്ന്. എന്താണ് ആ സുപ്രീം വിസ്ഡം? ഇതിന് ഗുരു എന്താണ് ആ പരമമായ സത്യമെന്ന് ആ ഒരു അഭിനവ ഗുപ്തപാദർ ഈ കാശ്മീർ ശൈവ സമ്പ്രദായത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു തരുന്നതാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ. എന്താണെന്ന് നമുക്ക് നോക്കാം. പരമശിവൻ അഥവാ പരബ്രഹ്മം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് 4 അണ്ഡങ്ങളിലൂടെയാണ്. അതിന്റെ പേരാണ്: 1 ശക്തി അണ്ഡം, 2 മായ അണ്ഡം, 3 പ്രകൃതി അണ്ഡം, 4 പൃഥ്വി അണ്ഡം. അപ്പൊ തന്റെ തന്നെ സ്വതന്ത്ര ശക്തിയായിരിക്കുന്ന പരാശക്തിയിലൂടെ ഇത് നിർവഹിച്ചു. അപ്പൊ ശിവന്റെ സ്വന്തം ശക്തിയാണ് പരാശക്തി എന്ന് പറയുന്നത്. അപ്പൊ ശിവൻ തന്റെ ശക്തിയിലൂടെ ഈ 4 അണ്ഡങ്ങളെ സൃഷ്ടിച്ചുവെന്നും, അണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോളം അഥവാ ഒരു സ്പിയർ. അപ്പൊ അതിനകത്ത് എല്ലാ എലിമെന്റ്സും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ അതിനെ ഒരു ആവരണം കൊണ്ട് മറച്ചിരിക്കുന്നു. എന്താണ് മറച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാല് ഈശ്വരന്റെ പ്രഭാവത്തെ, അതായത് സൂക്ഷ്മത്തെയാണ് മറച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ സ്ഥൂലം സൂക്ഷ്മം അല്ലെ, സ്ഥൂലം നമ്മുടെ ശരീരത്തെ സ്ഥൂലം എന്ന് പറയുകയാണെങ്കിൽ, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകള്, ആത്മാവ്, ഇതെല്ലാം സൂക്ഷ്മമാണ്. അപ്പൊ പരമമായിരിക്കുന്ന ചൈതന്യത്തെ മറച്ചു വെച്ചിരിക്കുന്നത് ശക്തി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നു എന്നർത്ഥം. അങ്ങനെ വീണ്ടും യഥാർത്ഥ സൂക്ഷ്മ തത്വത്തെ സൃഷ്ടിച്ച് ആ ഒരു സൃഷ്ടിജാലങ്ങളെ കൊണ്ട് മറയ്ക്കുന്നു. ഇതിനെയാണ് ഏകമായത് പലതായി തോന്നുന്നു എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു മാനിഫെസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി വിത്തിൻ യൂണിറ്റി, അത് ബേസിക് ആബ്സല്യൂട്ടിനെ മറച്ചു പിടിക്കുന്നു. എല്ലാവരിലും പ്രകടമാകുന്ന ഏകമായിരിക്കുന്ന ഈശ്വര ചൈതന്യം മറയ്ക്കപ്പെട്ടത് അത് 4 ശുദ്ധ തത്വങ്ങളായിട്ട് പ്രകടീകൃതങ്ങളായി തീരുന്നു. അതായത് ശക്തി മുതൽ ശുദ്ധവിദ്യ വരെയുള്ള ശുദ്ധ തത്വങ്ങൾ. മായാ തത്വമാണ് ആ ശുദ്ധ തത്വങ്ങളെ മറയ്ക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ 5 കഞ്ചുകങ്ങളിലൂടെയാണ് മറയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സർവജ്ഞനെ പരിമിതനാക്കി കാണിക്കണു. ആബ്സല്യൂട്ട് എങ്ങനെയാണ്? ഫൈനൈറ്റ് ബീയിങ് ആയ പുരുഷനായിട്ട് തീരുന്നു. ഇതിനായിട്ട് 7 തത്വങ്ങൾ, അതായത് മായ മുതൽ പുരുഷൻ വരെ ഉള്ളതാണ്. ഇനി പ്രകൃതി തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ
പുരുഷൻ പ്രകൃതിയില്, അതായത് എലിമെന്റ്സ്, ആ ഒരു സെൻസ് ഓർഗൻസ്, തന്മാത്രകള് എന്ന സൂക്ഷ്മതലങ്ങള്, 3 ഗുണങ്ങള്, 4 ഭൂതങ്ങൾ, അതായത് ജലം വരെ ഉള്ളവ, ഇങ്ങനെ 23 തത്വങ്ങള് പ്രകൃതി മുതൽ ജലം വരെ ഉള്ളതാണ്. അടുത്തത് പൃഥ്വി എന്ന് പറയുന്നിരിക്കുന്ന തത്വം. ഇവിടെ ആബ്സല്യൂട്ട് എന്ന പരമതത്വത്തെ ഏറ്റവും ഗ്രോസ് സോളിഡ് എക്സിസ്റ്റൻസ് ആയിട്ട് തീരുന്നു എന്നർത്ഥം. ഇവിടെ പൃഥ്വി തത്വം മാത്രമാണുള്ളത്. ഇവിടെ സ്ഥൂലമായിരിക്കുന്ന എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ളത് ഈ തലത്തിൽ തന്നെയാണ്. കാരണം ശിവതത്വം എന്നത് ഈ 4 തത്വം, അതായത് ഈ 4 അണ്ടങ്ങൾക്ക് മുകളിലാണ്. ഈ പറഞ്ഞ 4 തലങ്ങളും കൂടി 35 തത്വങ്ങളായിട്ട് ശുദ്ധ പരബ്രഹ്മ തത്വത്തെ, അതായത് ആബ്സല്യൂട്ട് കോൺഷ്യസ്നെസ്സിനെ ആ ഒരു ഉണ്ടാക്കണു. അപ്പൊ ആ ഒരു അതിൽ നിന്നാണ് ഇത് വരുന്നതെന്നർത്ഥം. അതായത് സുതാര്യമായിരിക്കുന്ന സട്ടിൽ ഗ്രോസ് സോളിഡ് ക്രിയേഷൻ കൊണ്ട് മറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആബ്സല്യൂട്ടിനെ അറിയാത്തത്. ശരിക്കും പരബ്രഹ്മം ലീലയായിട്ടാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നതെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്, അല്ലെ? ഇത് തന്നെയാണ് അഭിനവ ഗുപ്താചാര്യനും പറയുന്നത്. തന്റെ ഈശ്വര ശക്തി കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഈശ്വരനും തന്നിൽ നിന്ന് തന്നെ തന്റെ പ്രതിബിംബം ഉണ്ടാക്കുന്നു. എന്നിട്ട് അവയുടെ ഉള്ളില് എല്ലാം തന്നെ തന്റെ ആ സ്വസ്വരൂപത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ഈ സൃഷ്ടി അഥവാ ക്രിയേഷൻ നമ്മള് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെന്താ, ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് തന്നെ പറയണം. കാരണം ഈശ്വരനോ ഈശ്വര ശക്തിക്കോ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഈ പറഞ്ഞ തത്വങ്ങളും നാമരൂപങ്ങളും എല്ലാം തന്നെ പ്രകാശിക്കുന്നത് ആ ബോധതലം, അതായത് നമ്മള് സൈക്കിക് ലൈറ്റ് എന്നാ പറയുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ ആ വെളിച്ചത്തിലെ പ്രതിബിംബങ്ങൾ പോലെ തോന്നുന്നതാണ്. ആ ശക്തിയുടെ പ്രഭാവത്തിലാണ് ഈ പ്രപഞ്ചം, അതായത് അനേകം ഭുവനങ്ങള്, സൃഷ്ടി തലങ്ങള്, അനേകായിരം നാമരൂപങ്ങള്, ഈ എന്താ പറയുക, ഫിസിക്കൽ ബോഡീസ് അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് എല്ലാം തന്നെ ഈ 4 അണ്ടങ്ങൾക്കുള്ളിൽ പ്രകടമാകുന്നത്. ഒരു പശുവിന്റെ രൂപധാരണം ചെയ്ത ശിവൻ തന്നെയാണ് എല്ലാറ്റിന്റെയും ഉള്ളില് ആനന്ദത്തെ അറിയാൻ ഈ അണ്ടങ്ങളിലും സൃഷ്ടിച്ച പ്രപഞ്ചത്തിലും ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ശുദ്ധ സ്ഫടികം പല നിറങ്ങൾ കൈക്കൊള്ളുന്നത്, അതുപോലെ പരമചൈതന്യം എന്ന് പറയുന്ന ശിവൻ ഈശ്വരനായിട്ടും മനുഷ്യനായിട്ടും ഈ പറഞ്ഞ മൃഗങ്ങളായിട്ടും മരങ്ങളായിട്ടും കാണപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണോ ഒഴുകുന്ന ജലത്തില് ആകാശത്തെ ചന്ദ്രനും ഒഴുകുന്ന പോലെയുള്ള പ്രതീതി ഉണ്ടാക്കുന്നത്, ആ ഒരു നിശ്ചല ജലത്തില് നിശ്ചലമായിട്ട് തോന്നുന്നത്, ഇതുപോലെ ആത്മാവെന്ന് പറയുന്ന ഈശ്വര ശിവ തത്വം ഈ ജീവജാലങ്ങളായിട്ട് നമുക്ക് തോന്നുന്നു, ഒരു പ്രതീതി ഉണ്ടാകുന്നു. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം ഇന്ദ്രിയങ്ങളാണ്. പല ഭുവനങ്ങളിൽ പല ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയണു. അപ്പൊ രാഹുവിനെയാണ് നമ്മൾ ഭൂമിയുടെ നിഴലെന്ന് പറയുന്നത്. അപ്പൊ അതിനെ ചന്ദ്രബിംബത്തിലെ ചന്ദ്രഗ്രഹത്തെ ആ ഒരു സമയത്ത് കാണുന്ന പോലെ ഈ ആത്മാവ് എല്ലായിടത്തും ഉണ്ടെങ്കിലും പ്രകടമാകുന്നത് ഇന്ദ്രിയങ്ങള്, ബുദ്ധി തുടങ്ങിയ കണ്ണാടിയിലൂടെ മാത്രമാണ്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറയുന്നുണ്ട് എന്ത്? നാനാഛിദ്ര ഘടോദരസ്ഥിതം മഹാദീപ പ്രഭാഭാസ്വരം ജ്ഞാനം യസ്യത് ചക്ഷുരാധികരണ ബഹിർസ്പന്ദതേ. ഈ 9 ഓട്ടകളുള്ള ശരീരത്തില് ഈ അറിവ് ഇല്ലെങ്കിൽ ഈ പ്രകാശം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ കൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എങ്ങനെയാണോ ശുദ്ധമായ തെളിഞ്ഞ ഒരു കണ്ണാടിയില് മുഖം പ്രതിബിംബിക്കുന്നത്, അതുപോലെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന പ്രകാശ തത്വം നമ്മുടെ ബുദ്ധി തത്വത്തിലൂടെ പ്രകടമാകുന്നത്. ഇത് പ്രകടമാകണമെങ്കിൽ എന്ത് വേണം? ശക്തിപാദം എന്ന് പറയുന്ന അനുഗ്രഹത്തിലൂടെ ജീവൻ വളരെയധികം ശുദ്ധമാകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ശക്തിപാദം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസെൻഡ് ഓഫ് ദ ഡിവൈൻ ഗ്രേസ് ബൈ ദ ലോർഡ്, അല്ലെ? ഈശ്വരന്റെ അനുഗ്രഹം താഴേക്ക് വരുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം എന്നത് 36 തത്വങ്ങളാണ്. ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും ഉയർന്ന തത്വമായിരിക്കുന്ന പരമശിവ തത്വത്തിൽ നിന്ന് തന്നെയാണ്. ഈ തത്വത്തെയാണ് നമ്മൾ പ്രകാശം എന്ന് പറയുന്നത്. കാരണം ഇത് പൂർണ്ണമാണ്. ആ ഒരു ശക്തിയുടെ പ്രഭാവത്തിലാണത് വിഘടിച്ചതായിട്ട് തോന്നുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന 3 ശക്തികളും ആ ഒരു നിശ്ചലമായിരിക്കുന്ന നിർവികാര നിത്യശുദ്ധ പരശിവനിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഈ ശിവതത്വത്തിന് ജനന മരണാദികള് അതായത് സൃഷ്ടിയും സംഹാരവും ഒന്നുമില്ല. എങ്ങനെയാണോ ഒരു ഭൂപ്രദേശം, അതായത് നമ്മള് സിറ്റി, വില്ലേജ് എന്നൊക്കെ തിരിച്ചറിയപ്പെടുന്നത്, നമ്മളൊരു കണ്ണാടി കാണുമ്പോൾ അത് കണ്ണാടിയുടെ ഉള്ളിൽ കാണുന്ന പോലെ തോന്നുന്നത്, എന്നാൽ അത് വിവിധ നാമരൂപങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഗ്രാമം, പട്ടണം തുടങ്ങിയവയായിട്ട് നമുക്ക് തോന്നുന്നു, ഇല്ലേ? ആ കണ്ണാടിയിലൂടെ
ആ കണ്ണാടിയുടെ അകത്തായിട്ട് കണ്ടാലും കണ്ണാടിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം അല്ലേ? അതുപോലെ ഈ പ്രപഞ്ചവും ഇല്ലാത്തതാണെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ ജഗത് മിഥ്യ എന്ന് വേദം പറയണത്. അതൊരു പ്യുവർ സെൽഫിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുകയാണ്. അപ്പൊ പരഭൈരവ ചൈതന്യമാണ് ഈ എക്സ്പീരിയൻസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ചൈതന്യമാണ് പ്രപഞ്ചത്തിന്റെ പ്രതീതി നമ്മിൽ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ആ ഭൈരവ ശിവനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പൊ പരമ ചൈതന്യം ആ ഒരു പരബ്രഹ്മ തത്വം തന്നെയാണ്. നമ്മൾ പരഭൈരവൻ എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ്. ഈ 5 ശക്തികള് ഓരോ തലത്തിലും അവര് ആ ആവിർഭൂതമാകുന്നെന്ന് നമ്മൾ പറയുന്നത് പരമശിവൻ തന്നെ സ്വയം പ്രകടമാക്കുന്നതിനെയാണ്. കാരണം ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. അപ്പൊ പരമശിവൻ തന്റെ സ്വന്തം ശക്തി കൊണ്ട്, ആ സ്വേച്ഛ കൊണ്ട് ശിവൻ, ശക്തി, സദാശിവൻ, ഈശ്വരൻ, ശുദ്ധവിദ്യ, ഇങ്ങനെ 5 ശക്തികളായിട്ട് മാറി പ്രകടീകൃതമാകുന്നു. അപ്പൊ പരമശിവന്റെ സ്വന്തം സ്വാതന്ത്ര്യത്തെ ഏറ്റവും ആ ഒരു പ്രയാസം എന്ന് തോന്നുന്ന ഈ സൃഷ്ടി പ്രക്രിയ, അതിനെയാണ് നമ്മൾ മായാശക്തി എന്ന് പറയുന്നത്. ഈ മായാശക്തി ഒരു തിരസ്കരണിയായിട്ട് പ്രവർത്തിക്കുകയാണ് നമുക്ക് ഇടയില്. കാരണം ഇതിന്റെ ഉള്ളിലായിട്ട് സദാ ആനന്ദത്തില് പരമശിവൻ തന്നെയാണ് മറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മായാശക്തിയാൽ ആവൃതമായിരിക്കുന്ന ഈ ബോധം, അതായത് ശിവന്റെ സെൽഫ് അവയർ, അതായത് പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ശിവതത്വം കലകള് അഥവാ കഷ്ണങ്ങളായിട്ട് മാറി തന്റെ ആ ഒരു ലിമിറ്റഡ് ഫോം, അതായത് ആ ഒരു പരിമിതത്വ ബോധമായിരിക്കുന്ന പുരുഷൻ എന്ന സ്ഥിതിയെ സ്വീകരിക്കുകയാണ്. കല എന്ന് പറഞ്ഞാൽ എന്താ? കല എന്ന് പറഞ്ഞാൽ കാലത്തിലൂടെ പലുതായിട്ട് തീരുക, ആ ഒരു ലിമിറ്റേഷൻ വിത്ത് റെസ്പെക്ട് ഓഫ് ടൈം എന്നർത്ഥം. മാത്രമല്ല കല എന്ന് പറഞ്ഞാൽ താൻ പരിമിതമാണ്, പരിമിതമായ ഒരു ശക്തിയില് പരിമിതങ്ങളായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു തോന്നല്. ശരിക്കും പറഞ്ഞാല് ആ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ടു ഡു ജസ്റ്റ് ലിറ്റിൽ, എനിക്ക് കുറച്ചേ ചെയ്യാൻ പറ്റൂ, ഇല്ല ഇത് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താ? പക്ഷെ ഇതിനകത്തിരിക്കുന്ന അപരിമേയമായിരിക്കുന്ന ശക്തിയാണ്. നമ്മൾ ലിമിറ്റഡ് ആയിട്ട് തോന്നും. ഇതിന് കാരണം നിയതിയാണ്. നിയതി എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി, ലിമിറ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു കോസേഷൻ. ശരിക്കും പറഞ്ഞാൽ രാഗം, ഇത് രാഗം എന്ന് പറഞ്ഞാൽ എന്താ? ചിലതിനോടുള്ള അറ്റാച്ച്മെന്റ്. കാരണം ആ ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയാ, ഒരു പ്രത്യേക സാധനമാണ്. കാരണം ഇതിന്റെ കൂടെ ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് അവിദ്യ, അതായത് കുറച്ച് മാത്രം മനസ്സിലാക്കാനുള്ള കഴിവ്. ഇപ്പൊ ലിമിറ്റഡ് കപ്പാസിറ്റി ടു നോ ജസ്റ്റ് ലിറ്റിൽ എന്നൊക്കെ പറയാം. ഇതിനെയാണ് നമ്മുടെ മായയുടെ 5 കഞ്ചുകങ്ങൾ എന്ന് പറയുന്നത്. ഈ മായാശക്തിയാണ് ആ ഒരു ശിവനെ ജീവനാക്കിയിട്ട് ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചിരിക്കുന്നത് ഈ 5 കഞ്ചുകങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ പരിമിതങ്ങളായിരിക്കുന്ന ചിന്തകള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നുന്നത് ഒന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാം. ഇപ്പോൾ, കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രസന്റിനെ പറയുന്നു, പാസ്റ്റും ഫ്യൂച്ചറും. ഈ എന്താ പറയാ, ഇപ്പോൾ എന്ന് പറയുന്നത് 2 മിനിറ്റ് കഴിയുമ്പോൾ അത് എന്തായിട്ട് തീരണു? പാസ്റ്റ് ആയിട്ട് പറയണു. അപ്പൊ കാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥൂല ശരീരം വന്നതുകൊണ്ട് നമ്മൾ അതിൽ ബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച്, ഇത്, മുഴുവനും, എനിക്കറിയാം, ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലേ? കാരണം എനിക്ക് ഇപ്പൊ ഇത്രേ അറിയാവൂ അല്ലേ? കാരണം ഇത് മാത്രമേ അറിയാവൂ, എനിക്ക് മുഴുവനും അറിയാൻ പറ്റുന്നില്ല. ഇതെല്ലാം പറയാൻ കാരണം എന്താ? മായ കൂടെ ചേർന്ന് നമുക്ക് 6 കഞ്ചുകങ്ങൾ, അതായത് ശിവനെ ജീവനാക്കുന്ന ആ ഒരു ഇന്റേണൽ കഞ്ചുകങ്ങൾ, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള 5 കഞ്ചുകങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ ചെറുതാണ്, ലിമിറ്റഡ് ആണ് എന്ന് തോന്നാൻ കാരണം. കാരണം ഇതിനെ ഒരു നെല്ലിന്റെ ആവരണത്തോടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം നെല്ലിന്റെ ആവരണത്തെ നമ്മൾ അരിയെ പൊതിഞ്ഞിരിക്കുന്ന ഉമി എന്ന് പറയും ഇല്ലേ? അത് പ്രത്യേകമാണ്. അത് പ്രത്യേകമായിട്ടാണ് ഇരിക്കണമെങ്കിലും കാണുമ്പോൾ അതെന്താ, അരിയുമായിട്ട് ചേർന്ന്, അതായത് മാറ്റാൻ പറ്റാത്തതുപോലെ ഒരു പ്രതീതി നമുക്കുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും ത്വക്കെന്ന് പറയുന്നത് മാംസത്തോട് ചേർന്നിരിക്കുന്ന പോലെ തോന്നും. പക്ഷെ തൊലി നമുക്ക് മാറ്റിയെടുക്കാം ഇല്ലേ? നമ്മൾ മീനിന്റെയൊക്കെ തൊലി മാറ്റിയെടുക്കുന്നില്ലേ? അതുപോലെ ഈ മായ തന്റെ കഞ്ചുകങ്ങളെ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുക. ഈ ജീവനെ അറിയണമെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന ശുദ്ധത ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഉള്ളിലേക്ക് തിരിയുക, ശിവനിലോട്ട് തിരിയുക. അതിനെയാണ് നമ്മൾ യോഗ വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യോഗിക് പാത്ത് എന്ന് പറയുന്നത്. ഈ അരുൾ പെറും ജ്യോതിസ് ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രകാശമാണ്. അപ്പോ ആ പ്രകാശ വഴിയിലൂടെ അകത്തേക്ക് സഞ്ചരിച്ച് ആ ഒരു യഥാർത്ഥ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നമ്മൾ എത്തിച്ചേരും. കാരണം പ്രകൃതിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ സുഖം, ദുഃഖം, നിരാശ, ഡ്യുവാലിറ്റി,
ഇങ്ങനെ ദ്വൈത ഭാവങ്ങൾ ജീവൻ ഉണ്ടാക്കുന്നത് എന്താ? ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ പ്രകൃതിയാ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധി എന്നത് സത്യത്തെ നിശ്ചയിച്ച് കാണിച്ചു തരുന്ന ശക്തിയാണ്. എന്നാൽ മനസ്സെന്നതോ സങ്കല്പ വികല്പങ്ങൾ മാത്രമാണ്. ഈഗോ അഥവാ അഹങ്കാരം എന്നത് ആ നശ്വരമായ വസ്തുക്കളിൽ എന്റേതെന്നുള്ള ഒരു മിഥ്യ അഭിമാനമാണ്. അപ്പൊ ഇവയെല്ലാം തന്നെ ആ മനസ്സിന്റെ വിവിധ തലങ്ങളാണ്. അപ്പൊ ഈ 4 തലങ്ങളാണ് സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നത്. യഥാർത്ഥ ശിവനെ മറിച്ച് ജീവനായിട്ട് ഒരു പരിമിതി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. നമ്മൾ ആത്മാഭിമാനം എന്ന് പറയുന്നത് മിഥ്യയായിരിക്കുന്ന ഈ ശരീരത്തെയും അതിനോട് ചേർന്ന വസ്തുക്കളെയാണ്, അല്ലാതെ ശിവബോധത്തെ അല്ല. അപ്പൊ ഈ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ ഇതിനോട് ചേർന്ന് ആണ് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളായിരിക്കുന്ന വാക് പാണി പായു ഉപസ്ഥം പാദം എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ വളരെ സൂക്ഷ്മ വസ്തുക്കളെ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വ്യത്യാസമില്ലാതെയാണ് നമ്മൾ അറിയുന്നത്. കാരണം ആ ഒരു ശരിക്കും പറഞ്ഞ 5 സട്ടിൽ എലിമെന്റ്സ് അഥവാ ആ ഒരു പഞ്ചതന്മാത്രകള് എന്നത് പഞ്ചഭൂതങ്ങളാണ്. ശബ്ദ സ്പർശ രൂപ രസഗന്ധം ഇതാണ് 5 സട്ടിൽ എലിമെന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ 5 പല അനുപാത ക്രമത്തിൽ കൂടിച്ചേരുമ്പോഴാണ് ഈ സ്ഥൂലമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളാകുന്ന ഭൂമി ജലം അഗ്നി വായു ആകാശം ഇവ ഉണ്ടാകുന്നത്. അപ്പൊ സൃഷ്ടി പ്രക്രിയ പ്രകൃതിയിൽ ഒതുങ്ങി ആ അത് ആ ഒരു പ്രകൃതിയിൽ തുടങ്ങി പൃഥ്വി വരെയുള്ള എല്ലാത്തിലും ഈ ശിവബോധം തന്നെയാണ് ആ ഒരു സ്ഥൂല ശരീരത്തെ, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കൊടുക്കുന്നത്. ഇപ്പൊ നെല്ലിന്റെ ഉമി അരിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പോലെയാണിത്. അപ്പൊ ആവരണങ്ങളിൽ ഏറ്റവും അകത്തുള്ളതാണ്, അതായത് സട്ടിലസ്റ്റ് വൺ എന്ന് പറയുന്നതിനാണ് നമ്മൾ ആണവമലം എന്ന് പറയുന്നത്. മലത്രയങ്ങൾ ഉണ്ടല്ലേ, ആണവ മായിക കാർമിക മലങ്ങൾ. അപ്പൊ മായയ്ക്ക് 6 തരത്തിലുള്ള കഞ്ചുകങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇതിൽ ഏറ്റവും പുറത്തുള്ള അത് സ്ഥൂലമായതും സ്ഥൂല ശരീരമാണ്. കാരണം സെൽഫ് അഥവാ ജീവൻ ഈ 3 ആവരണങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുക. അപ്പൊ അവിദ്യ എന്ന് പറയുന്ന ഇഗ്നറൻസ് അത് ഇരുട്ടാണ്. കാരണം നമുക്ക് ജീവന് അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ കാണുന്ന അനേക നാമരൂപങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പൊ കരിമ്പ് തന്നെയാണ് പ്രോസസ്സിലൂടെ കരിമ്പ് ജ്യൂസ് ആയിട്ടും പഞ്ചസാരയായിട്ടും ശർക്കരയായിട്ടൊക്കെ തീരുന്നത് അല്ലേ? അപ്പൊ അതുപോലെ ഈ കാണപ്പെടുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാം ഈ ശംഭുവിന്റെ പല തലങ്ങളില് പല രൂപങ്ങളിൽ വർത്തിക്കുകയാണെന്നുള്ളതാണ് ശരിക്കുള്ള സത്യം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ചില നാമങ്ങളെല്ലാം തന്നെ ഉദാഹരണമാണ്. ശരിക്കും നമ്മൾ പറയാറുണ്ടല്ലേ, സ്ട്രീം ഓഫ് പ്യുവർ കോൺഷ്യസ്നസ്, വിറ്റ്നസ്, അല്ലെങ്കിൽ വൈറ്റൽ ബ്രത്ത്, ഓൾ, ആ ഒരു എന്താ പറയാ, ഓൾ പ്രിവൈഡിങ് ബോഡി, യൂണിവേഴ്സൽ, ഇൻഡിവിജ്വൽ എന്നൊക്കെ പറയുന്നത് എന്താ, എല്ലാം ഈ അനുഭവ മണ്ഡലത്തിൽ ഉപയോഗിക്കപ്പെടുന്നവയാണ്. ഇതെല്ലാം കാണുന്നത് പരശിവ തത്വത്തെ തന്നെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഈ പറയുന്നതിനൊന്നും സ്ഥിരമായിട്ടുള്ള നിലനിൽപ്പില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമുക്കൊരു പാമ്പ് കയറിലില്ല, എന്നാലും നമുക്കത് ഒരാളെ ഭയപ്പെടുത്തി മരണത്തിൽ വരെ എത്തിക്കാം അല്ലെ? ഈ ഒരു ഭ്രാന്തി പ്രത്യയം, അതിനെയാണ് നമ്മൾ അധ്യാരോപം, ദ പവർ ഓഫ് ഡില്യൂഷൻ എന്ന് പറയുന്നത്. കാരണം വളരെ ശക്തമാണിത് നമ്മളില്. കാരണം അതിന്റെ ശക്തി കൊണ്ട് യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ശരി തെറ്റ് പുണ്യം പാപം ജനനം മരണം സുഖം ദുഃഖം വർണ്ണാശ്രമങ്ങള് അല്ലെ, നമ്മുടെ സ്റ്റേജസ് ഓഫ് ലൈഫ്, ഇതൊന്നും ശരിക്കും പറഞ്ഞാല് ശുദ്ധ ബോധത്തിലില്ല. ഇവയെല്ലാം തന്നെ ഈ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഭ്രാന്തി പ്രത്യയം നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്താ ഭ്രാന്തി രൂപേണ സംസ്ഥിത യാ ദേവി സർവഭൂതേഷു അല്ലെ, നമുക്കൊരു ഡ്യുവാലിറ്റി ഉണ്ടാക്കുന്നത് എന്താ, ഈ ഭ്രമമാണ്, നമ്മുടെ വിചാരങ്ങൾ മാത്രമാണ്. അപ്പൊ ഇരുട്ട് അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന ആ ഡെല്യൂഷൻ ആണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം ഈ കാണുന്ന നാമരൂപങ്ങളിലൂടെയാണ് നമുക്ക് പലതായിട്ട് തോന്നുന്നത്. അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സുഖം ദുഃഖം ആനന്ദം എല്ലാം തന്നെ നമ്മുടെ യഥാർത്ഥ ശിവബോധത്തിൻ്റെതാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. അപ്പൊ ശരീരസ്ഥിരമായിരിക്കുന്ന ജീവന്റെ അനുഭവങ്ങളെല്ലാം തന്നെ, കാരണം ദ എക്സ്പീരിയൻസ് ഓഫ് ദ സെൽഫ് ഈസ് നോൺ സെൽഫ്. കാരണം ഈ സ്ഥൂല ശരീരം പ്രാണവായു ഇവയൊക്കെ തന്നെയാണ് ഇരുട്ട് എന്ന വസ്തുത, അതായത് ഇരുട്ടിൽ തന്നെ നമ്മൾ ആരോപിക്കുന്നത് പോലെ ഉള്ളൂ. കാരണം ഡാർക്ക്നെസ് സൂപ്പർ ഇമ്പോസ്ഡ് ഇൻ ഓൺ ഡാർക്ക്നെസ് എന്ന് പറയുന്ന പോലെ കത്തിക്കഴിഞ്ഞ് കത്തുന്നത് പോലെയുള്ള ഒരു പ്രതീതി, അതാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ എന്നർത്ഥം. അപ്പൊ എങ്ങനെയാണോ ഒരു എട്ടുകാലി തന്റെ ഉള്ളിലുള്ള സലൈവ കൊണ്ട് അതിന്റെ വല നിർമ്മിക്കുന്നത്, അതുപോലെ ശരീരത്തോടുകൂടി ഈ ജഗത്തിൽ വന്ന എല്ലാവരും തന്റെ അനുഭവങ്ങള് വന്നു ചേരുന്ന, അതായത് ഫിസിക്കൽ ബോഡി വൈറ്റൽ ബ്രത്ത് ഇന്റലക്ട്, ആ ഇന്റലക്ച്വൽ നോളജ് എക്സ്പാൻഷൻ, അപ്പൊ ഇതെല്ലാം തന്നെ തന്നിൽ നിന്ന് വേറിട്ടതാണെന്ന് നമ്മൾ കാണുന്നു, മാത്രമല്ല നമുക്ക് അനുഭവമായിട്ട് തോന്നുന്നു. അപ്പൊ എങ്ങനെയാണ്
ആ ഒരു ഭഗവാൻ പരമശിവൻ ഈ മായാബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാല് ശിവബോധം തന്നിട്ട് ജ്ഞാനം തന്ന് പതുക്കെ 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 നമ്മുടെ ഈ ബോണ്ടേജിനെ വിടുവിക്കുന്നു. ഈ വഴിയിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ സാധ്യമാവുകയുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞാല് ആ ഒരു ബോണ്ടേജ് എന്ന് പറയുന്നതും ലിബറേഷൻ എന്ന് പറയുന്നതും എല്ലാം ഒരു ഡിവൈൻ പ്ലേ ആണ്. ഈശ്വരന്റെ കളിയാണത്. കാരണം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന 3 അവസ്ഥകള്, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എല്ലാം പ്രകടമാകുന്നത് എന്താണ്? ശിവതത്വത്തിലാണ്, അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു 4th സ്റ്റേറ്റ്, 4ാമത്തെ തലം എന്ന് പറയുന്നത് ശരിക്കും തുരീയമാണ്. അപ്പൊ തുരീയ അവസ്ഥയിൽ ശിവൻ തന്നെയാണ് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഈ തലം എന്നത് യാതൊരു ആവരണവും ഇല്ലാത്തതാണ്. കാരണം യാതൊന്നിനും എത്താൻ പറ്റാത്ത, ഒന്നും ബാധിക്കാത്ത ആ ശിവബോധ തലം ശിവൻ തന്നെ, ആ ഇരിക്കുന്ന ആത്മാവ് തന്നെ നമുക്ക് കാണിച്ചു തരും ആ തലത്തിൽ എത്തുമ്പോൾ. അപ്പൊ നമ്മുടെ ജാഗ്രതാവസ്ഥയെ, ആ പ്രപഞ്ച ബോധത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിശ്വൻ. അപ്പൊ കാണുന്നതിനെ എല്ലാം തന്നെ വേറെയായിട്ട് തോന്നുന്നു. ആ ഒരു എന്താ പറയാ, ആ ഒരു സുപ്താവസ്ഥ എന്ന് പറയുന്നത് എന്താ? തേജസ്, അതായത് നമ്മുടെ ആ ഒരു ഇലൂമിനേഷൻ, ഉള്ളിലുള്ള പ്രകാശം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ നമ്മളെ ഒരു ഡ്രീംലെസ് സ്റ്റേറ്റ്, അതായത് ശരിക്കും പറഞ്ഞാല് ആ നമ്മുടെ ആ ഒരു എന്താ പറയാ സ്വപ്നാവസ്ഥ. അപ്പൊ ഇതിനെയാണ് നമ്മൾ തൈജസൻ എന്ന് പറയുന്നത്. പൂർണ്ണമായി അറിഞ്ഞ് അഥവാ സുഷുപ്തി അവസ്ഥയെ നമ്മൾ പ്രാജ്ഞൻ എന്ന് പറയുന്നു. അപ്പൊ 3 അവസ്ഥകളാണ്. കാരണം ഇതിനെ അതിക്രമിച്ച് നിൽക്കുന്ന 4ാമത്തെയാണ് തുരീയ അവസ്ഥ എന്ന് പറയുന്നത്, ദ സ്റ്റേറ്റ് ബിയോണ്ട് ഓൾ ദി സ്റ്റേറ്റ്സ്. അപ്പൊ ഈ എങ്ങനെയാണോ അനന്തമായിരിക്കുന്ന ആകാശത്തിന്റെ ആ ഒരു അപാരത, അതിന്റെ വ്യാപ്തി മേഘങ്ങളെ കൊണ്ട് അളക്കാൻ പറ്റാത്തത്, പുക കൊണ്ടോ പൊടി കൊണ്ടോ അതിന്റെ പരിധി നിർണ്ണയിക്കാൻ സാധ്യമല്ലാത്തത്, അതുപോലെ ഈ പരബ്രഹ്മം അഥവാ പരശിവൻ മായയുടെ ഒരു കളികൾക്കും വിധേയമല്ല. അപ്പൊ എങ്ങനെയാണോ ഒരു കുപ്പിയിലുള്ള ആ ഒരു ഈതറില് പൊടി പറ്റുന്നത്, മറ്റു ജാറുകളെല്ലാം ശുദ്ധമായിട്ടിരിക്കണം, അല്ലെ? അതുപോലെയൊന്ന് ഏതൊക്കെ ആത്മാക്കളാണോ സുഖം ദുഃഖം എല്ലാം തന്റേതെന്ന് വിചാരിച്ച് അതിന്റെ പിടിയിൽപ്പെടുന്നത്, അവർ ആ ഒരു ജനന മരണ ചക്രത്തിൽ പെട്ട് ഉഴലുന്നു. ഈ പരബ്രഹ്മ ശക്തി നിശ്ചലമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ പഞ്ചഭൂതങ്ങൾ നിശ്ചലമായിരിക്കുന്ന സമയത്ത് മാത്രമാണത്. പഞ്ചഭൂതങ്ങൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു, ദുഃഖിക്കുമ്പോൾ ദുഃഖം തോന്നുന്നു. എന്നാൽ അത് ശരിക്കുള്ള ഭാവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. എല്ലാം ഒരു പ്രതീതി മാത്രമാണ്. ഈശ്വരൻ ആദ്യമായിട്ട് ജ്ഞാനപദത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഈ ഭ്രാന്തി പ്രത്യയത്തെ എടുത്തു മാറ്റുകയാണ് ചെയ്യുക. അപ്പൊ ഞാൻ കാണപ്പെടുന്നതാണ് എന്നൊരു തെറ്റായ ഡില്യൂഷൻ. അപ്പൊ ഇതിനെ ഇല്ലാതാക്കിയാൽ മാത്രമെങ്കിലേ നമുക്ക് മറ്റുള്ള വ്യാജധാരണകൾ ഇല്ലാതാക്കാൻ സാധ്യമാവും. എല്ലാം തന്നെ ഒരു ചില്ലുകൊട്ടാരം പോലെ തകർന്ന് അടിയും. കാരണം ഇത് ആദ്യം മാറ്റണം നമ്മൾ. എന്താണ് സെൽഫ്, എന്താണ് നോൺ സെൽഫ് എന്ന ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പൊ ഇങ്ങനെ മായയുടെ കടികൾ കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഇല്യൂഷൻ, ആ മായ തത്വം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാല് ഒരു സത്വാന്വേഷിയെ സംബന്ധിച്ച് ഈ അവന്റെ നിശ്ചയമായിരിക്കുന്ന സത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. പിന്നെ എന്താണ്? പിന്നെ അവിടെ നേടേണ്ടതായിട്ട് യാതൊന്നും ഇല്ല. ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാ ഉപാസനാ മാർഗങ്ങളും. അങ്ങനെ ഈ സത്യത്തെ സദാ ധ്യാനിക്കുന്ന വഴി എന്താണ്? ഈ 3 ഏതൊക്കെയാണ്? പൃഥ്വി, പ്രകൃതി, മായ. എങ്ങനെയാണോ നമുക്ക് അതിലൊരു ഒബ്ജക്റ്റീവ് ഫോം പ്രകടമായിരിക്കുന്ന തലം, അത് പതുക്കെ 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 അത് ഇല്ലാതായിട്ട് തീരും. എങ്ങനെയാണോ സ്വർണത്തില് വിവിധ പ്രകടനങ്ങളായിരിക്കുന്ന മാല, മോതിരം, വളകൾ എല്ലാം നമുക്ക് സ്വർണമായിട്ട് തോന്നുന്നത്, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ ചരാചരങ്ങളും എല്ലാം ഒന്നിന്റെ പ്രകടനമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പരബ്രഹ്മം അഥവാ പരശിവൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദംശം വിഭും നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാകാരം ഓങ്കാര ബ്രഹ്മം ഗുണാതീതം അവ്യക്തം ഏകം തുരീയം, അല്ലെ? എന്നൊക്കെ പറയുന്ന ഈ പരബ്രഹ്മ തത്വം എന്താണ്? നമ്മൾ സാധാരണ രീതിയിൽ പറയാറുള്ളത് സുപ്രീം, പ്യുർ, സ്റ്റിൽ, അല്ലെ? അൺഡിഫറൻഷിയേറ്റഡ്, ആ ഒരു എന്താ പറയാ കംപ്ലീറ്റ്, ഡെത്ത്ലെസ്, റിയൽ, അല്ലെ? ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം തന്നെ റെസ്റ്റ്, അത് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശക്തിയിൽ അടങ്ങിയിരിക്കുന്നു. ദാറ്റ് റെസ്റ്റ് ഇൻ ദി ശക്തി. കാരണം ഈ ബോധം എന്ന ആ ഒരു നമ്മുടെ കോൺഷ്യസ്നെസ്, ഇതിനെയാണ് നമ്മൾ ശിവസ്വരൂപം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇനി എന്താണോ പ്രകാശം, ആ ഭാ എന്നുള്ള ഭാരതത്തിന്റെ ഭാ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം. അത് സ്പർശിക്കാത്തത് ഇതിനെ നമ്മൾ ഇച്ഛാജ്ഞാന ക്രിയാശക്തികളായിട്ട് അത്
ആ ശക്തികളായിട്ട് ചിതാകാശത്തിൽ കാണപ്പെടുന്നു. കാരണം അത് ഇലൂമിനേഷൻ എന്ന് പറയും. അതായത് പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു ഇച്ഛാജ്ഞാന ക്രിയാശക്തികളെല്ലാം തന്നെ സന്തുലിതാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിനെ പ്രകാശം എന്ന് പറയുന്നത്. ഈശ്വരന്റെയും ഈശ്വരനായിരിക്കുന്ന മഹേശ്വരൻ ആദ്യം ഇവയെല്ലാം തന്നെ തന്റെ ഉള്ളിൽ സങ്കല്പിക്കണു. ഈ 3 ശക്തികളും അദ്ദേഹത്തിന്റെ ശൂലത്തിന്റെ 3 മുനകൾ പോലെ ആ ഉള്ളിലുണ്ട്. അപ്പൊ ആ ശിവന്റെ തൃശൂലം എന്ന് പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ ഈ 3 ശക്തികളാണ്. ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികൾ അല്ലെ? ഈ 3 ശക്തികളുമാണ് ഈ കാണപ്പെടുന്ന ബാഹ്യ പ്രപഞ്ചമായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ശിവൻ ഈ ശക്തികളിലൂടെയാണ് തന്റെ ബോധതലത്തെ വികസിപ്പിച്ച് തന്റെ സ്വയം ഈശ്വര ശക്തികളെ കുറിച്ച് ബോധവാനാകുന്നത്. അപ്പൊ അങ്ങനെയാണ് സൃഷ്ടി എന്ന് പറയുന്ന ഈ പ്രപഞ്ച വ്യവഹാരം ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ശിവൻ തന്റെ കയ്യിലുള്ള ശൂലത്തിന് 3 മുനകളുള്ള ആ ഒരു ഇതിന്റെ അർത്ഥം ഇതാണ്. കാരണം ശിവബോധമാണ് ഈ 3 ശക്തികളിലൂടെ പ്രകടമാകുന്നതെന്നർത്ഥം. അപ്പൊ പ്രപഞ്ചം വേണമെന്ന ആഗ്രഹത്തെ ഇച്ഛാശക്തി എന്നും ആ ഒരു ഇതിനെയാണ് ഉപനിഷത്തുകള് ബഹുസ്യാം പ്രജായത എന്ന് പറയുന്നത്. അപ്പൊ ആ ബേസിക് റിയാലിറ്റി എന്ന് പറയുന്ന ആധാരബോധം എനിക്ക് പലതാകണം, അല്ലെങ്കിൽ പല നാമരൂപങ്ങളായിട്ട് തീരട്ടെ എന്ന് ഇച്ഛിക്കുന്നത്. അപ്പൊ ഇത് പുറത്തേക്കുള്ള ആ ഒരു ഒബ്ജക്റ്റീവ്, അതായത് ഒബ്ജക്റ്റീവായിട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഈ കാണുന്നവയെല്ലാം തന്നെ എവിടെയുണ്ട്? ശിവന്റെ ഉള്ളിലുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പൊ എന്തിനെയാണോ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ആദ്യത്തെ ബ്ലൂ പ്രിന്റ് എവിടെയാണുള്ളത്? ഉണ്ടായിരുന്നത് ശിവന്റെ ഉള്ളിൽ തന്നെയാ. അപ്പൊ ആ ജന്മം കൊള്ളുന്ന എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കം അവിടെയാണ്, ശിവന്റെ ഉള്ളിലാണ്. ഇതിനെയാണ് നമ്മൾ ശിവതത്വം എന്ന് പറയുന്നത്. കാരണം ശിവബോധമില്ലാത്ത ആ ഒരു ഒന്നിനും ഈ പറഞ്ഞ എന്താ പറയാ അഹത്തിൽ നിന്ന് ഇതത്തിലേക്ക് വരാൻ സാധ്യമല്ല. സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് ആയി തീരുന്നത് ഒന്ന് തന്നെയാ. സബ്ജക്റ്റ് ആണ് ഓബ്ജക്റ്റ് ആയിട്ട് തീരുന്നത്. എല്ലാ നാമരൂപങ്ങളും ആദ്യം ശിവതത്വത്തിലാണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ ആ ഒരു കോഗ്നേറ്റീവ് പവർ, ഇച്ഛാശക്തി എന്നൊക്കെ പറയുന്നത്. ഇതിനെ വളരെ വ്യക്തമായിട്ട് ശിവത്തിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. എന്നിട്ടാണ് അവിടെ നിന്ന് അത് എന്താ പറയാ സൃഷ്ടി തത്വത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് കൊണ്ടുവരുന്ന ശിവന്റെ ശക്തിയാണ് നമ്മൾ ക്രിയാശക്തി എന്ന് പറയുന്നത്. ഒരു ലൗകിക നിർമ്മാതാവും ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ? ആദ്യം ഉണ്ടാക്കുന്നത് എന്താ? തന്റെ ഭാവനയിലൂടെ തന്റെ ഉള്ളിലാണ്. ഒരു ചിത്രകാരൻ തന്റെ ഭാവനാ ചിത്രം ആദ്യം വരയ്ക്കുന്നത് തന്റെ ഉള്ളിലാണ്, ആ ബോധതലത്തിലാണ്. അത് വ്യക്തമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രകാശിച്ചതിന് ശേഷമാണ് പുറത്ത് ചായക്കൂട്ടുകൾ, അതായത് ബ്രഷും പെയിന്റും ഒക്കെ എടുത്ത് കാണുന്ന രീതിയിൽ ക്യാൻവാസിൽ പകർത്തുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ശിവഭഗവാന് ഈ കാണപ്പെടുന്ന സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവനും, അതായത് സബ്ജക്റ്റീവ് സെൽഫ് എന്ന് പറയണം, ഉള്ളില് കണ്ടതിന് ശേഷമാണ് അതിനെ പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, കൊണ്ടുവരുന്നത്. അങ്ങനെ സബ്ജക്റ്റ് എന്ന അഹം എന്താണ്? ആ ഒരു ഇതം എന്ന് പറയുന്ന ഓബ്ജക്ട്സ് ആയിട്ട് തീരണു. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു ഇന്റീരിയർ ക്രിയേഷൻ, എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ആയിട്ട് തീരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പരമശിവൻ വീണ്ടും തന്റെ സൃഷ്ടി പ്രധാനപ്പെട്ട 3 അണ്ടങ്ങളിലൂടെ അനേക നാമരൂപങ്ങളായിട്ട് പ്രകടീകൃതമാക്കി തീർക്കുന്നു. ഈ കാണപ്പെടുന്ന നാമരൂപ പ്രപഞ്ചത്തില് ശരിക്കും പറഞ്ഞാല് നമ്മള് ശരിക്കും അനേകം സബ്ജക്ട്സും ഓബ്ജക്ട്സിനെയാ കാണുന്നത് അല്ലെ? ആ തന്റെ വികസന പ്രക്രിയയിലൂടെ 5 ശക്തികളിലൂടെയാണ് ഭഗവാൻ ഇത് ചെയ്യുന്നത്. ഈ 5 പ്രധാന ശക്തികൾ ശിവന്റേത് തന്നെയാണ്. ഒന്ന് നമുക്ക് എന്താ പറയുക ചിത്ത് എന്ന് പറയുന്ന പ്യുവർ കോൺഷ്യസ്നെസ്, രണ്ടാമത്തത് ആനന്ദം എന്ന് പറയുന്ന ആ ഒരു ബ്ലിസ്ഫുൾനെസ്, ആ സ്റ്റേറ്റ്, മൂന്നാമതായിട്ട് ഇച്ഛ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ആഗ്രഹ ശക്തി, നാലാമത്തത് ജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു അറിവ്. അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് പവറാണ്. അപ്പൊ ഈ ശക്തികള്, അതായത് ഈ 5 ശക്തികളാണ് ഒന്നുമില്ലാത്ത മഹാശൂന്യ തത്വമായിരിക്കുന്ന ശിവനില് ആദ്യമായിട്ട് പ്രകടമാകുന്ന ആ ശിവൻ തന്നെയായിരിക്കുന്ന ശക്തികൾ. ഇതിവിടെ ശിവനും ശക്തിക്കും ഒരു പ്രത്യക്ഷമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഈ ശക്തികളുടെ ആ ഒരു എന്താ പറയാ ഔട്ടർ മാനിഫെസ്റ്റേഷൻ ആണ് സൃഷ്ടിയായിട്ട് പ്രതിബിംബിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ് ആയിട്ട് പ്രതിഫലിക്കുന്നത് 3 മായയുടെ തലങ്ങളിലാണ്. ഒന്ന് എന്താ പറയാ ആ ഒരു കാഷ്വൽ ക്രിയേഷൻ അല്ലെങ്കിൽ സൂക്ഷ്മതലം, രണ്ടാമത് പ്രകൃതി, മൂന്നാമത് സട്ടിൽ ക്രിയേഷൻ എന്ന് പറയുന്ന പ്രകൃതി. കോസൽ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും സൂക്ഷ്മതലത്തിനെയാണ്. പിന്നെ നമുക്ക് അവസാനം വരുന്നതാണ് ഗ്രോസ് ക്രിയേഷൻ, കാണപ്പെടുന്ന സ്ഥൂല പ്രകൃതി.
അപ്പൊ ഈ സൃഷ്ടിജാലത്തെ മുഴുവനും നോക്കിയാൽ വളരെ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് തോന്നും അല്ലെ? വളരെ വളരെ വ്യത്യസ്തതയുള്ള വസ്തുക്കളായിട്ടാ തോന്നുന്നത്. കാരണം അത് വളരെ അത്ഭുതകരമായിട്ട് തോന്നും. കാരണം പശുക്കള്, മൃഗങ്ങള്, പക്ഷികള്, ജലജീവികള് ഇതെല്ലാം വളരെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നത് വളരെ അത്ഭുതകരമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈശ്വരന്റെ തന്നെ ആ ഒരു ഔട്ട്വേർഡ് ഒബ്ജക്റ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ് ഇതെല്ലാം തന്നെ, അഥവാ പ്രകടനമാണ്. പ്രകടനം മാത്രമാണെന്ന് കാണണം. ഇവിടെ ഈശ്വരൻ തന്റെ ഉള്ളിലുള്ള ഞാനിനെ, അതായത് സെൽഫിനെ തന്നെയാണ് നാമരൂപങ്ങളായിട്ട് കാണിക്കുകയാണ് നമ്മളെ. ഈശ്വരന്റെ ആ ഒരു ബഹിരാത്മലാഭം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ യോഗികൾ ഇതിനെ എന്താ പറയാ, ഇങ്ങനെ സദാ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈശ്വരൻ കളിയായിട്ട് തന്റെ ആ ഒരു എന്താ പറയാ മിഷ്യനെ തന്റെ ഈശ്വര ശക്തികളെ കൊണ്ട് നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കണമെന്നർത്ഥം. ഇതിന്റെ ഉടമസ്ഥനും പ്രവർത്തകനും അധ്യക്ഷനും എല്ലാം തന്നെ ശുദ്ധമായിരിക്കുന്ന ശിവൻ തന്നെയാണ്. ശുദ്ധ സ്ഫടികമാണ് ശിവന്റെ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പൊ ശിവനാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ മാസ്റ്റർ, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഇല്ലേ? ആ ഒരു ഹയ്യസ്റ്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ആരാണ്? ഭഗവാൻ ശിവൻ. അതുകൊണ്ടാണ് മഹേശ്വരൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രവർത്തിക്കുന്നത് എല്ലാം തന്നെ ആ ഒരു ഇൻഫിനിറ്റ് വീൽ ഓഫ് ശക്തികളിലൂടെയാണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാല്, ഒരു സാധകൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? താനൊരു ഫൈനൈറ്റ് എന്ന് പറയുന്ന ചെറിയ ആളല്ല. മറിച്ച് എന്താ, ഈ ഗ്രേറ്റ് ആയിട്ടിരിക്കുന്ന, ഏറ്റവും വലുതായിട്ടിരിക്കുന്ന പരമശിവൻ ആണ് ഹീറോ ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലേ? ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന അനേക ശക്തികളാണ്. അപ്പൊ ഇവിടെ അതായത് ഹീറോ എന്നൊന്നില്ല. കാരണം ഒരു ഹീറോ ഉണ്ട്, ബാക്കിയെല്ലാം ഹീറോയിൻസ് ആണ് അല്ലെ? ഒരു പുരുഷനും ബാക്കിയുള്ളതെല്ലാം ശക്തികളും. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണന്റെ രാസലീലയിൽ പറയുന്നത് പുരുഷൻ ഒന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താ ഗോപികമാരാണെന്ന് പറയാറുണ്ട്. അപ്പം പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഒരു ലീലയായിട്ട് ഈ ശക്തി വ്യൂഹങ്ങളെ മുഴുവനും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇതിലെ പ്രധാനപ്പെട്ട 5 ശക്തികളെയാണ് നമ്മൾ ചിത് ശക്തി, ആനന്ദശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നത്. ഈ ശക്തികൾ ചേർന്നതിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ 12 രൂപത്തിലൂടെ 12 കാളികളായിട്ട് പറയപ്പെടുന്നത് ഇല്ലേ? ദ്വാദശ കാളികൾ എന്ന് പറയും. ഇതിനെ ശക്തി ചക്രം എന്നാണ് അറിയപ്പെടുന്നത്. ഈ 12 കാളി ശക്തികളായിട്ട് കാണപ്പെടുന്നത് ശരിക്കും പറഞ്ഞാല് ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു സൈക്കിക് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ഈ 12 ശക്തികളാണ്. ഇത് ഒരു സാധകന്, ശിവയോഗിക്ക് മാത്രം മനസ്സിലാകുന്ന, അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, തന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന സത്യമാണ്. അപ്പൊ എന്തിനാണ് ഈ പ്രപഞ്ചം ഉരുത്തിരിയുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ ചരങ്ങളും അചരങ്ങളും ആ ഒരു കണ്ണാടിയിലെ പ്രതിബിംബം പോലെ തന്നെ അത് എന്നിൽ തന്നെയാണ്. എന്നിൽ നിന്നാണ് ഒരു സ്വപ്നം പോലെ ഈ പ്രപഞ്ചം പുറത്തേക്ക് വരുന്നത്. ഈ സ്വപ്നം പുറത്തേക്ക് വരുന്നത് സ്വപ്നം കാണുന്ന വ്യക്തിയിൽ നിന്നാണ്. ആ വ്യക്തി തന്നെയാണ് ആര്? ശിവൻ എന്ന് പറയുന്ന ആ ബോധം. നമ്മളിലെല്ലാം ആ ബോധസ്വരൂപനായിരിക്കുന്ന, ദൃക്കായിട്ടിരിക്കുന്ന, ഈ ദൃശ്യങ്ങളെ എല്ലാം അനുഭവിക്കുന്ന, കാണുന്ന അതേ ശക്തിയാണ് നമ്മൾ ശിവബോധം, ശിവഭഗവാൻ എന്ന് പറയുന്നത്. എങ്ങനെയാണോ ശരീരത്തിന് കൈകളും കാലുകളും ഉണ്ടായിരിക്കുന്നത്, ഈ കാണുന്നത് എല്ലാം തന്നെ ശരീരത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ എന്റെ സാന്നിധ്യം ഇവയിലെല്ലാം തന്നെ പ്രകാശ രൂപത്തിലിരിക്കുകയാണ്. ആ ഞാനെന്ന് പറയുന്നത് ശിവബോധമാണ്. അതുകൊണ്ടാണ് ഇവയിലെല്ലാം തന്നെ ഞാൻ ജീവഭാവത്തിൽ പ്രകാശിക്കുന്നത്. അപ്പൊ ഞാൻ ഇല്ലെങ്കിൽ എന്താ, ഈ കാണപ്പെടുന്ന ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, എനിക്ക് സത്യത്തിൽ ശിവൻ എന്താ അവസാനത്തെ സൂക്തത്തിൽ പറയുന്ന എന്താ? സത്യത്തിൽ ശരീരമോ ഇന്ദ്രിയങ്ങളോ യാതൊരുവിധ കർമ്മങ്ങളോ ഞാൻ കാണുകയോ കേൾക്കുകയോ മണക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്താണ്? ഞാൻ ഉള്ളത് കൊണ്ടാണ് ഇവയെല്ലാം നടക്കുന്നത്. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ഈ ഞാൻ എന്ന് പറയുന്ന ആ ജീവൻ വിട്ടുപോകുമ്പോൾ ഇത് എന്തായിട്ട് തീരണു? ജഡമായിട്ട് തീരണു ഇല്ലേ? ഇവിടെ പുതിയതായിട്ട് ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല, എല്ലാം ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രം. ഈ ബോധതലത്തില് എത്തുന്നിടം വരെ ജനന മരണ ചക്രങ്ങളിലൂടെ ജനിച്ചും മരിച്ചും എന്താ പറയാ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ജീവാത്മാവ് ഈ ശിവബോധം തന്നെയാണ്. ഞാനാണ് ശാസ്ത്രങ്ങള്, ആഗമങ്ങള്, സിദ്ധാന്തങ്ങള് അല്ലെ, സിദ്ധാത്മാക്കള്, ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത്, ഈ പ്രപഞ്ചത്തിന് അപ്പുറത്തിരിക്കുന്നത് എല്ലാം ഞാൻ തന്നെ. അപ്പൊ ഇത് എവിടെ നമ്മൾ എത്തിച്ചേർന്നു? ശിവോഹം അല്ലെ? ആ പരമമായിരിക്കുന്ന സത്യത്തെ
ഈ എന്താ പറയാ അഭിനവ ഗുപ്തപാദര് ഞാനെന്ന് പറയുന്ന സെൽഫ് അത് പുറത്തും അകത്തും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ കാണപ്പെടുന്ന നാമരൂപങ്ങൾ ഒന്നും സത്യമല്ല. ഏകമായിരിക്കുന്ന ദൃക്കായിട്ടിരിക്കുന്ന ഇതിനെ എല്ലാം കാണപ്പെടുന്ന വസ്തു തന്നെയാണ് സാക്ഷാൽ പരമശിവൻ എന്ന് പറയുന്ന ശിവബോധം. ശിവോഹം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.